ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മത്തങ്ങ തോരനാണ്. അപ്പം അതിന് വേണ്ടി 100 ഗ്രാം മത്തങ്ങ ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കാന്താരി മുളക്, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, 5 കഷ്ണം ചെറിയ ഉള്ളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം മത്തങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം. മത്തങ്ങ എളുപ്പം വേവുന്നതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളി, കാന്താരി മുളകും ഇവിടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഓവറായിട്ട് വേവേണ്ട ആവശ്യമില്ല. നമുക്കിനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. നമുക്കിത് റെഡിയായി ഒന്ന് നോക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവിങ് ബൗളിലേക്ക് എടുക്കട്ടെ. ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി തോരനാണ്. എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ.